ഒടുവിൽ SFIക്കാർക്കെതിരായ FIR എത്തിച്ചു. റോഡിലെ പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ചു. നിലമേലിൽ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനു പിന്നാലെ കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡരികിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിച്ചത് 12 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ്. 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഏകദേശം 50ഓളം പേരുണ്ടായിരുന്നുവെന്നും അവരെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഗവർണറുടെ പ്രതിഷേധം. FIR കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒടുവിൽ FIR കണ്ടതിനു ശേഷമാണ് ഗവർണർ കാറിൽ കയറി കൊട്ടാരക്കരയിലെ പരിപാടിയിലേക്ക് പോയത്. 17 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കൊട്ടാരക്കരയിലെ സദാനന്ദ ആശ്രമത്തിൽ പരിപാടിക്കായി ഗവർണർ പോകുന്നതിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കാറിൽ നിന്നിറങ്ങിയ ഗവർണർ വരൂ എന്ന് പറഞ്ഞ് SFI പ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുക്കുകയായിരുന്നു. പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു. വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ ഏറെ നേരമായി റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചു. കരിങ്കൊടി കാണിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്നായി പോലീസിനോടുള്ള ചോദ്യം. ഗവർണറുടെ അസാധാരണമായ നീക്കം സംസ്ഥാന പോലീസ് മേധാവി ഒടുവിൽ ഗവർണറെ നേരിട്ട് ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടും ഗവർണർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഒടുവിൽ FIRന്റെ പകർപ്പ് ചടയമംഗലം പോലീസ് എത്തിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഗവർണർ തയ്യാറായത്. FIRലെ വിവരങ്ങൾ സ്റ്റാഫ് അംഗം ഗവർണറെ വായിച്ചു കേൾപ്പിച്ചു. 17 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഗവർണറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നതടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 50ലധികം പേരുണ്ടായിരുന്നു എന്നത് നേരിൽ കണ്ടതാണ്. എന്നാൽ 17 പേർക്കെതിരെ കേസെടുത്തത് തൽക്കാലം അംഗീകരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. പോലീസുകാരാണ് പ്രകടനക്കാരെ നിരത്തിലെത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോൾ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നേരത്തെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഗവർണർ ചോദിച്ചു. തിരികെ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ അദ്ദേഹം റോഡരികിൽ തുടർന്നു. ഇതിനിടെ കടയിൽ നിന്ന് ചായയും കുടിച്ചു. SFI DYFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ അദ്ദേഹം പരാതി അറിയിച്ചു. ഗവർണറെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർവിളി തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിനു മുൻപും ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് റോഡിലിറങ്ങി തന്നെ ഗവർണർ പ്രതിഷേധക്കാരുടെ നേരെ പോയി അദ്ദേഹത്തിന്റെ അമർഷം പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോടുള്ള പ്രതിഷേധവുമായിട്ടാണ് SFIക്കാർ രംഗത്ത് വന്നത്. കോഴിക്കോട് സർവകലാശാലയിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം തീർക്കാൻ വേണ്ടി SFIക്കാർ പലതരത്തിലാണ് പ്രതികരിച്ചത്. ഇപ്പോഴിതാ വീണ്ടും കൊല്ലത്തേക്ക് പോകുന്ന ഗവർണർക്ക് നേരെയാണ് SFIക്കാർ ഇത്തരത്തിൽ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ഒരു പ്രതിഷേധം, ഈ ഒരു കരിങ്കൊടി കാണിക്കലും അതിനെ തുടർന്നുള്ള പ്രതിഷേധവും ഈ അടുത്ത കാലത്തൊന്നും നിലയ്ക്കില്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.